150 രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ബുള്ളറ്റുകൾ സ്വന്തമാക്കാം. നമ്മളിപ്പോ ജോലി ആവശ്യങ്ങൾക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഡെയിലി ബസ് സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന് ഒരു 100 രൂപ മുതൽ 150 രൂപ വരെ ഒരു ദിവസം ചെലവ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ മാസം അതൊരു വലിയ എമൗണ്ട് ആയിട്ട് മാറുകയും അത് നമുക്ക് EMI ആയിട്ട് അടക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ബുള്ളറ്റുകൾ ലോണിൽ സ്വന്തമാക്കാൻ സാധിക്കും. ഇപ്പൊ സിവിൽ സ്കോറും കാര്യങ്ങളും ഇല്ലെങ്കിലും ഓൾ കേരള എല്ലാ സ്ഥലത്തും നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ 365 ദിവസവും ഉള്ള ഒരു ഓഫർ കൂടി ഞാൻ വീഡിയോയിൽ പറയുകയാണ്. അതായത് നിങ്ങളിപ്പോ ഒരു സ്കൂട്ടർ എടുക്കുകയാണെങ്കിലും ശരി, അതല്ല ഒരു ബുള്ളറ്റ് എടുക്കുകയാണെങ്കിലും ശരി, ടാങ്ക് കപ്പാസിറ്റി ചെറുതോ വലുതോ എത്രയും ആവട്ടെ ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഫ്രീ നെയിം ട്രാൻസ്ഫർ, അതുപോലെ തന്നെ 2 ഹെൽമെറ്റ് ഫ്രീ ആണ്. 6 മാസം എല്ലാ തരത്തിലുള്ള വാറന്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു 3000-3500 കിലോമീറ്റർ കഴിയുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. ബാക്കി ഒന്നും തന്നെ നമുക്ക് ചെയ്യേണ്ടി വരില്ല. മെക്കാനിക്കൽ സൈഡ്, പേപ്പർ വർക്ക്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടാണ് സെയിലിന് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നല്ല നല്ല വാഹനങ്ങൾ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം 3 പീടിക എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേരളത്തിലെ ഏറ്റവും വലിയ യൂസർ ബൈക്ക് ഷോറൂമുകളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ പ്രിയദർശിനി മോട്ടോർ പാലസിലേക്ക് ധൈര്യമായിട്ട് വരിക. വാഹനങ്ങൾ പരിപൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാഹനം ലോൺ ആയിട്ടാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ റെഡി ക്യാഷ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല നല്ല യൂസർ ബുള്ളറ്റുകൾ, അതുപോലെ തന്നെ സ്പോർട്സ് ബൈക്ക്, ഇതുപോലെയുള്ള ഗിയർലെസ് വാഹനങ്ങളൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവരുടെ പേജിൽ ഈ വാഹനങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതായത് വാഹനങ്ങളുടെ ഫോട്ടോസ്, ഡീറ്റെയിൽസ്, പ്രൈസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിയദർശിനി മോട്ടോർ പാലസ് എന്നാണ് പേര്.